ഹായ് അസ്സാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ റാസൻസിൻ്റെ കുറച്ചൊരു വീഡിയോ എടുക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഈദ് കളക്ഷൻസൊക്കെ. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ നമ്മൾ ഈദ് കളക്ഷൻസൊക്കെ കാണാനായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ചാനൽ ഉണ്ട്, അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കളക്ഷൻസൊക്കെ കാണാം കേട്ടോ. ഞാൻ ഇതിലധികമൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇതിൽ നമുക്ക് നല്ല അടിപൊളി 2 റെസിപ്പീസൊക്കെ കാണാം, നല്ല ഈസി ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോഴത്തെ രാവിലെ നമ്മൾ സൽവാറിൻ്റെ ഈദ് ഓർഡേഴ്സ് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ടാണ് രാവിലെ. നമ്മളെ കയ്യിൽ കോട്ടൺ ബെഡ്ഷീറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ബെഡ്ഷീറ്റ്സാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, രണ്ടും നല്ല ഈസി റെസിപ്പീസാണ്. ഫസ്റ്റ് തന്നെ നമുക്കിതാ സ്നാക്ക് റെഡിയാക്കാം. ചിക്കൻ ആൽഫ്രഡോ ബൈറ്റ്സ്, നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ ഈസിയാണ്, അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്കിതാ ഫില്ലിങ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതാ സവാള കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ സവാളയൊക്കെ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫുള്ളായിട്ട് ആഡ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനൊക്കെ ഏകദേശം കുക്കായി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കുക്കായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ അഗാരോൻ്റെ റീഗൽ ന്യൂട്രി ബ്ലെൻഡറിലാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. നല്ല ഹാൻഡി ആയിട്ടുള്ള നല്ല ചെറിയ സൈസിൽ വരുന്നൊരു ബ്ലെൻഡറാണ്. നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റിയത്. അതായത് ഇതുപോലെ ഇങ്ങനെ പൊടിക്കാൻ, പിന്നെ ഇങ്ങനെ സ്മൂത്തി ഉണ്ടാക്കാൻ, അതിനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ചെറിയ ജാറിലാണ് കേട്ടോ നമ്മളെ വറ്റൽമുളക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഗ്രൈൻഡിങ് ബ്ലേഡും പിന്നെ ബ്ലെൻഡ് ചെയ്യാനുള്ള ബ്ലേഡും എല്ലാം അതും ഉണ്ട്. നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ചില്ലി ഫ്ലേക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു വൈറ്റ് സോസ് റെഡിയാക്കണം. അപ്പോൾ ഈ ഒരു സെയിം പാനിൽ തന്നെ വൈറ്റ് സോസ് റെഡിയാക്കാം കേട്ടോ. വൈറ്റ് സോസിന് വേണ്ടിയിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ഞാൻ കുറച്ച് പാലെടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, കട്ട പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ലാസ്റ്റായിട്ട് നമുക്കിതാ സ്ലൈസ് ചീസും കൂടി ചേർത്ത് കൊടുക്കുക. സ്ലൈസ് ചീസും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ചീസ് ചേർക്കുമ്പോഴൊക്കെ അതിൽ തന്നെ ഉപ്പുണ്ടാവും, അപ്പോൾ നമ്മളതൊന്ന് കറക്റ്റ് ആക്കണം കേട്ടോ. വേറെ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ബണ്ണ് എടുക്കുക കേട്ടോ. ബണ്ണ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഭയങ്കര ചെറിയ ബൺസ് കിട്ടുമല്ലോ ഇപ്പോൾ, അതുമല്ല നല്ല വലുതുണ്ട്, അതുമല്ല അതിൻ്റെ മിഡിലുള്ള ഒരു സൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ എല്ലാതും കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതൊരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് മല്ലിയില എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇത് നമുക്ക് ബണ്ണിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആക്കില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഫില്ലിങ് കറക്റ്റായിട്ട് അവിടെ അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളെ ബണ്ണിലേക്ക് ഫസ്റ്റ് തന്നെ ബട്ടർ, പിന്നെ ചില്ലി ഫ്ലേക്സ്, മല്ലിയില എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. അത് കഴിഞ്ഞ് നമ്മളെ
ഫില്ലിങ് എടുക്കുകയാണ്. നല്ല ക്രീമി ചീസി ഫില്ലിംഗ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ്. ഈ ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് സമൂസ ഷീറ്റ് എടുത്തിട്ട് നല്ല ക്രീമി സമൂസയും റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം. ഞാൻ കുറച്ച് ഫില്ലിംഗ് ബാക്കി വന്നപ്പോൾ നെക്സ്റ്റ് ഡേ റോളാക്കിയിട്ടും, അതായത് ചീസി റോളാക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാം സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി അതാ ഫുള്ളായിട്ട് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇതാ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതാ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ട് എല്ലാത്തിൻ്റെ മേലെയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി സ്പ്രെഡ് ചെയ്യുക. ഇനി ഇതാ നേരെ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് കേട്ടോ വെക്കുന്നത്. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ ആൽഫ്രെഡോ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഗതി നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. നെക്സ്റ്റ് നമുക്കൊരു ഈസി കറി റെഡിയാക്കുക. ഇത് ഞാൻ കുറേ മുമ്പ് എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കുറേ അധികം മസാല പൗഡേഴ്സോ പിന്നെ സവാള അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും. ഓക്കെ, ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത്. ചിക്കൻ മുളകായി എന്നാണ് ഞങ്ങൾ ഇതിനിട്ടിട്ടുള്ള പേര്. ഫസ്റ്റ് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് വരുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. നല്ല പഴുത്ത തക്കാളിയാണ് ഏറ്റവും നല്ലത്. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലൊരു മെയിൻ പൗഡർ എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അത് എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി നല്ലൊരു സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇതാ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്യുക. ഈ ഒരു സെയിം മസാലയിൽ നമുക്ക് എഗ്ഗ് വെച്ചിട്ട് ചെയ്യുക. അതായത് എഗ്ഗ് പുഴുങ്ങിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല റെഡി ആയതിനു ശേഷം പിന്നെ പ്രോൺസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ചിക്കന് കുക്കായി കിട്ടണം. ഓക്കെ, ചിക്കന് കുറച്ച് വെള്ളം വരും. അധികം വെള്ളം വരുന്നില്ലെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു കറി എന്ന് പറയുന്നത് ഒരു ഗ്രേവി ടൈപ്പാണ് കേട്ടോ. കുറേ അധികം കറി പോലെ ഉണ്ടാവില്ല, ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ പത്തിരീൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞാൻ ഈ ഒരു റെസിപ്പി മുമ്പ് ഇട്ടപ്പോൾ കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ നോമ്പിനും ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ കെൻസിനും കൈഫിനും ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ. എപ്പോഴും ചോദിക്കും ഈ കറിയാണോ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നോമ്പൊറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മധുരം. ഇത് എത്ര കിട്ടിയാലും മതിയാവില്ല കേട്ടോ. സൈൻ ലബാൻ അങ്ങനെ ഇതാ എല്ലാവരും കൂടിയിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പിസ്താഷ്യോ ചോക്ലേറ്റ് കുനാഫ ആ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് പിസ്താഷ്യോ ചോക്ലേറ്റ് ആ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാപ്പാനെ നോക്കാനാണോ? കൈഫ് ഇന്ന് തെറ്റാണ് കേട്ടോ. എന്തിനാ തെറ്റി? ആരേറ്റോ തെറ്റിക്കണേ? മമ്മാനേറ്റോ പാപ്പിനേറ്റോ? കൈഫ് ആരേറ്റോ തെറ്റിയേ? ആ അപ്പൊ ഇപ്പൊ മനസ്സിലായി ആരേറ്റാ തെറ്റിയെന്ന് അല്ലേ? കൈഫ് എവിടെ വന്നിരുന്നു? കൈഫേ പക്ഷെ എന്റെ 2 മഷ്റൂം കൊണ്ടുപോയതാരാ? അത് പറഞ്ഞ അപ്പം തെറ്റൊന്നുമില്ല. നമുക്ക് മഷ്റൂം വേണം. കൈഫ് പറയ ആരേറ്റാ തെറ്റിയെന്ന്. കൈഫ് പോയി കണ്ട. ഞങ്ങളടുത്ത് കൊറേ ഉണ്ട്. ഞങ്ങൾക്ക് ഒരാള് പോയി ഒരാള് നിങ്ങൾ ഉപ്പാക്കൊരു സമാധാനം കൊടുക്കോ?
ഒരാള് പോയി അടുത്തോളൂ. ഒരാള് പോയി അടുത്തോളൂ. തെറ്റിയാള് വീണ്ടും വന്നിരിക്കുന്നു ഗൈസ്. തെറ്റിയാള് വീണ്ടും വന്നിരിക്കുന്നു ഗൈസ്. തെറ്റാമുണ്ടോ? എന്ത് കേശം കണ്ടു കൊടുവാ, കേശം കണ്ടു വാ. വാപ്പിന്റെ കൈത അങ്ങനെ പറഞ്ഞെന്താ? വാപ്പിന്റെ ഞാനൊരു പാട്ടല്ലേ ഞാൻ പാട്ട് പാടാണ്. കത്തുപാട്ട്. ആ പാട്. പാട്ട് പാടുന്നു ആ ബാക്കി കട്ടുപാട്ട് പാടുന്നു ബാക്കി എന്തായാലും അതിന് കാത്തിരുന്നോള് മിണ്ടല്ലേ. ആ പറ അടുവാ കണ്ടുകൊണ്ട് കളം വരച്ച് കാത്തിരുന്നോളേ കാത്തിരുന്നോളെ. കത്ത് പാട്ട് പാടുന്ന. ഓക്കെ ബൈ ബൈ പറഞ്ഞ എല്ലാരും. ബൈ പറഞ്ഞ ബൈ. ആ തെറ്റിയാള് ബൈ പറയൂ. യെസ്. വീഡിയോയിലുള്ളവരോട് തെറ്റിയില്ലല്ലോ. അപ്പൊ ബൈ പറഞ്ഞോളെ.